നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. ചൊവ്വൂർ പൂത്തറയ്ക്കൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ള പരിശോധനയുമായി ഉദ്യോഗസ്ഥ ജനപ്രതിനിധി സംഘം. ഊരകം CMS LP സ്കൂളിൽ ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. വിവിധ പരിപാടികളോടെയായിരുന്നു ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണം ഒരുക്കിയത്. പനംകുളം DM LP സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ റാലിയും ബോധവൽക്കരണ ലഘുലേഖ വിതരണവും ഉൾപ്പെടുന്നതായിരുന്നു പരിപാടി. വാർത്തകൾ വിശദമായി. ചൊവ്വൂർ പൂത്തറയ്ക്കൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ള പരിശോധനയുമായി ഉദ്യോഗസ്ഥ ജനപ്രതിനിധി സംഘം. വാർഡ് മെമ്പർ കൂടിയായ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് താലൂക്ക് വികസന സമിതിയിൽ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു പരിശോധന. ചൊവ്വൂർ പൂത്തറയ്ക്കൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതകളുള്ളതായി വാർഡ് മെമ്പർ കൂടിയായ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് താലൂക്ക് വികസന സമിതിയിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉൾപ്പെട്ട സംഘം സംയുക്ത പരിശോധന നടത്തിയത്. വില്ലേജ് ഓഫീസർ സ്മിത, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആസിഫ്, വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ, പഞ്ചായത്ത് എഞ്ചിനീയർ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, മെമ്പർമാർ എന്നിവർ ചൊവ്വൂർ പൂത്തറയ്ക്കൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ള സംയുക്ത പരിശോധനയിൽ പങ്കെടുത്തു. ഊരകം CMS LP സ്കൂളിൽ ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. വിവിധ പരിപാടികളോടെയായിരുന്നു ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണം ഒരുക്കിയത്. മുഖ്യാതിഥിയായ ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിലെ സൂപ്രണ്ട് ഡോക്ടർ എം അരുണിനെ ആദരിച്ചായിരുന്നു ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണം നടത്തിയത്. ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി കുട്ടികൾ തയ്യാറാക്കിയ ആശംസാ കാർഡുകൾ ആശുപത്രി സൂപ്രണ്ടിന് സമ്മാനിച്ചു. സമൂഹം നേരിടുന്ന പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, ശുചിത്വത്തിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് അദ്ദേഹം കുട്ടികളെ ബോധവൽക്കരിച്ചു. ഡോക്ടർമാരുടെ നിസ്വാർത്ഥ സേവനവും ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യവും കുട്ടികളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ചടങ്ങ്. സ്കൂൾ പ്രധാന അധ്യാപിക ലിമോൾ സിവോഗീസ്, PTA പ്രസിഡന്റ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഡോക്ടേഴ്സ് ദിനവുമായി ബന്ധപ്പെട്ട വിവിധ കലാപരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. അധ്യാപകരായ ഷഫിയ, വന്ദന, ജിസ്ന ഉൾപ്പെടെയുള്ള അധ്യാപകർ ചടങ്ങിന് നേതൃത്വം നൽകി. പനംകുളം DM LP സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ റാലിയും ബോധവൽക്കരണ ലഘുലേഖ വിതരണവും ഉൾപ്പെടുന്നതായിരുന്നു പരിപാടി. സുധീഷ് ശിവശങ്കരൻ സംവിധാനം ചെയ്ത സർപ്രൈസ് എന്ന ലഹരി വിരുദ്ധ ഷോർട്ട് ഫിലിം പ്രദർശനത്തോടെ ലഹരി വിരുദ്ധ ദിനാചരണത്തിന് തുടക്കമായി. ഷോർട്ട് ഫിലിമിലെ പ്രധാന കഥാപാത്രമായി വേഷമിട്ട പ്രണയ പ്രശാന്ത് ലഹരി വിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപിക ഷാലി കുട്ടികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് അധ്യാപിക ഹിബ ലഹരിയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ സന്ദേശം നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഒരുക്കിയ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിശിഷ്ടാതിഥികളും പങ്കെടുത്തു. ലഹരിക്കെതിരായ സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി കുട്ടികളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു. പ്രദേശത്തെ കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലും കുട്ടികൾ ലഹരി വിരുദ്ധ സന്ദേശമടങ്ങിയ ലഘുലേഖകൾ വിതരണം ചെയ്തു. ലഹരി വിരുദ്ധ സന്ദേശത്തോടെ ഒരുക്കിയ ഡാൻസ്, ലഹരി വിരുദ്ധ പോസ്റ്റർ നിർമ്മാണം എന്നിവയും ലഹരി വിരുദ്ധ ദിനാചരണത്തെ ശ്രദ്ധേയമാക്കി. പടവനാട് സെന്റ് തോമസ് ദേവാലയത്തിൽ മാർ തോമസ് ലീഹായുടെ ദുക്രാന തിരുനാൾ ആഘോഷവും ഇടവക സ്ഥാപന ഗോൾഡൻ ജൂബിലി സമാപനവും സംഘടിപ്പിക്കും. ദുക്രാന തിരുനാൾ വെള്ളിയാഴ്ചയും ഇടവക സ്ഥാപന ഗോൾഡൻ ജൂബിലി സമാപനം ഞായറാഴ്ചയും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദുക്രാന തിരുനാൾ ദിനമായ ഈ മാസം 3 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ട്രെജിൻ തട്ടിൽ മുഖ്യ കാർമ്മികനാകും. തുടർന്ന് ഊട്ടുനേർച്ച ആശീർവാദവും വിതരണവും നടക്കും. ഞായറാഴ്ച നടക്കുന്ന ഇടവകയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ സമൂഹബലി അർപ്പണം നടക്കും. സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികനാകും. അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പടവരാട് സെയിന്റ് തോമസ് പള്ളി വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി അധ്യക്ഷനാകും. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, രാജൻ പല്ലൻ MLA, അഡ്വക്കേറ്റ് K രാജൻ MLA, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് പടവരാട് സെയിന്റ് തോമസ് പള്ളി വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി അറിയിച്ചു. ജനറൽ കൺവീനർ
ജോളി ചെറിയത്ത്, കൈക്കാരന്മാരായ ജോബി പെരുമ്പിള്ളി, വില്യം മേലേത്ത്, സിജോ ജോസ്, ബെന്നി മുത്തിപ്പിടിക എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സെന്റ് തോമസ് ദേവാലയത്തിലെ മാർ തോമസ് ശ്ലീഹായുടെ ദുഃഖാന തിരുനാളും ഇടവക സ്ഥാപന ഗോൾഡൻ ജൂബിലി സമാപനവും വളരെ ആഘോഷമായിട്ട് 2026 ജൂലൈ 5-ാം തീയതി ഞായറാഴ്ച അത് ആഘോഷിക്കുകയാണ്. ഒരു വർഷമായിട്ട് ദേവാലയം ഈ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിലായിരുന്നു. പലവിധ ആത്മീയ കാര്യങ്ങളും സാമൂഹിക അതുപോലെ തന്നെ കായിക മത്സരങ്ങൾ മറ്റു പല മത്സരങ്ങളും ചേർന്നുകൊണ്ട് ഈ ഗോൾഡൻ ജൂബിലി ആഘോഷം മോടി പിടിപ്പിക്കുകയായിരുന്നു. ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ജൂബിലി വർഷത്തിലെ ഞങ്ങൾ ആഘോഷങ്ങൾക്കിടയിൽ ഞങ്ങൾ കുറേ കാരുണ്യ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ ഇടവകയിലുള്ള സമൂഹത്തിൻ്റെ കാര്യങ്ങളിലെ ഇടവക ജനങ്ങളുടെ ആവശ്യങ്ങളിലെ കൂടുതൽ ഇടപെടാനും അവർ തമ്മിലുള്ള കൂടുതൽ ഐക്യം വരാനും സ്നേഹത്തിൽ വ്യാപരിക്കാനുള്ള പല നല്ല കാര്യങ്ങളും ഈ ദിവസങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ PA മാധവൻ അന്തരിച്ചു. 2011-2015 കാലയളവിൽ മണലൂർ നിയോജക മണ്ഡലം MLA ആയിരുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുണ്ടൂരിൽ വീടിന് സമീപത്ത് വെച്ച് റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിലാണ് മുൻ MLA PA മാധവന് അപകടത്തിൽ പരിക്കേറ്റത്. പിക്കപ്പ് വാൻ ഇടിച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ് എറണാകുളം റെനെ മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. നിലവിൽ KPCC നിർവാഹക സമിതി അംഗം കൂടിയായിരുന്ന PA മാധവൻ തൃശൂർ DCC പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. മുണ്ടൂരിലുണ്ടായ അപകടത്തിന് പിന്നിൽ രാഷ്ട്രീയമായ ദുരൂഹത ആരോപിച്ച് അദ്ദേഹത്തിന്റെ മകൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കെയാണ് അദ്ദേഹത്തിന്റെ മരണം. സാവിത്രി മാധവനാണ് ഭാര്യ. സമോദ് മാധവൻ, സമീർ മാധവൻ എന്നിവർ മക്കളും ഹർഷ സമോദ്, ഐശ്വര്യലക്ഷ്മി എന്നിവർ മരുമക്കളുമാണ്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിവകുപ്പിന്റെയും നേതൃത്വത്തിൽ ഈ മാസം 2 മുതൽ 5 വരെ ചന്തപ്പടി മൈതാനിയിൽ ഞാറ്റുവേല ചന്ത ഒരുക്കും. കുടുംബശ്രീ, സഹകരണ സംഘങ്ങൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവയുമായി ചേർന്നാണ് ഞാറ്റുവേല ചന്ത ഒരുക്കുന്നത്. കാർഷിക പദ്ധതികളെക്കുറിച്ച് കർഷകരിൽ അവബോധം നൽകുകയും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുകയുമാണ് ഞാറ്റുവേല ചന്തയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 5-ന് വലപ്പാട് ചന്ത മൈതാനത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗീതാ ഗോപി MLA ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്യും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷനാകും. വലപ്പാട് കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ പദ്ധതി വിശദീകരണം നടത്തും. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ തുടങ്ങിയവർ മുഖ്യാതിഥികളാകും. തുടർന്ന് വൈകിട്ട് 7 മണിക്ക് ഗാനമേള അരങ്ങേറും. 50ഓളം സ്റ്റാളുകളിലായി കാർഷികേതര പ്രദർശനങ്ങൾ, കർഷക സഭ, കേരള കാർഷിക സർവകലാശാലയുടെ സഞ്ചരിക്കുന്ന കാർഷിക വിജ്ഞാന പ്രദർശന വണ്ടി, മെഡിക്കൽ ക്യാമ്പുകൾ, സെമിനാറുകൾ, തീരമൈത്രി ഭക്ഷ്യമേള തുടങ്ങിയവ ഒരുക്കും. വിത്ത്, നടീൽ വസ്തുക്കൾ, പച്ചക്കറി തൈകൾ, ജൈവവളം, ജൈവ കീടനാശിനി തുടങ്ങിയവയുടെ വിൽപ്പന ഞാറ്റുവേല ചന്തയിലുണ്ടാകും. ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് ഞാറ്റുവേല ചന്തയുടെ സമാപനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PS ഷജിത്ത്, സുമേഷ് പാനാട്ടിൽ, രശ്മി ഷിജോ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗേളി ഷാജി, കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഡോക്ടർമാർക്ക് ആദരമൊരുക്കി പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി. ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായാണ് പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ആദരം നൽകിയത്. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ആശുപത്രിയിൽ നേരിട്ടെത്തിയാണ് സൊസൈറ്റി പ്രവർത്തകർ ഡോക്ടർമാരെ ആദരിച്ചത്. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ ആദരകർമ്മം നിർവഹിച്ചു. ലോകത്തിലെ മനുഷ്യരെ സംരക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതം നിലനിർത്താനായിട്ട് ദൈവം അയച്ച ദൂതന്മാരാണ് ഡോക്ടർമാരെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം നേരെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതൊരു പ്രതിസന്ധി വരെയായാലും ആരോഗ്യ പരിപാലന രംഗത്ത് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് നിലകൊള്ളുന്ന ഒരു വിഭാഗമാണ് ഡോക്ടർമാർ. കാരണം ഏതൊരാൾക്കും കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ ആ കൺസൾട്ടേഷൻ ഇരുന്ന് അവരായിട്ട് സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ആ രോഗത്തിന് പ്രതിവിധി കാണാനായിട്ടുള്ള മരുന്ന് തരുന്നവരാണ് ഡോക്ടർമാർ. അപ്പോൾ ആ രീതിയിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, ഒട്ടനവധി ഈ മഴക്കാലമായാലും
കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഓരോ മൺസൂൺ കാലഘട്ടം അതുപോലെ തന്നെ എല്ലാ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ രോഗങ്ങൾ വരുന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിൽ. നമുക്കറിയാം ഇപ്പോൾ നിപ്പ വലിയൊരു സംവിധാനമായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു, ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഏത് കാര്യം വന്നാലും പ്രത്യേകിച്ച് ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടേഴ്സ് സന്നദ്ധതയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി അടുത്തിടപഴകുന്നവരാണ്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ദീപ, ഡോക്ടർ മനു, ഡോക്ടർ നസീറ എന്നിവർ ആദരം ഏറ്റുവാങ്ങി. സെക്രട്ടറി പ്രമോദ് കണിമംഗലം അധ്യക്ഷനായി. മറ്റു ഭാരവാഹികളായ പോൾ പുലിക്കോട്ടിൽ, ഷീജ ജോഷി, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ എന്നിവർ സംസാരിച്ചു. തൃശൂർ വരവൂരിൽ കൂട്ടിൽ കയറി കോഴിയെ വിഴുങ്ങിയ മലമ്പാമ്പിനെ പിടികൂടി. വരവൂർ സ്വദേശി ചരലിൽ പീടികയിൽ അലിയുടെ വീട്ടിലാണ് സംഭവം. വരവൂരിൽ അലിയുടെ വീട്ടിലെ കോഴിക്കൂടിനകത്ത് കയറിയതായിരുന്നു മലമ്പാമ്പ്. 6 അടിയോളം നീളമുള്ള മലമ്പാമ്പ് കോഴിയെ വിഴുങ്ങിയ നിലയിലായിരുന്നു. തുടർന്ന് വീട്ടുകാർ പാമ്പ് പിടുത്തക്കാരൻ പ്രേംദാസ് വരവൂരിനെ വിവരമറിയിച്ചു. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ പ്രേംദാസ് വരവൂർ മലമ്പാമ്പിനെ പിടികൂടി. തുടർന്ന് മലമ്പാമ്പിനെ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ഏങ്ങണ്ടിയൂർ ഫാദർ പോൾ ചുറ്റിലപ്പള്ളി മെമ്മോറിയൽ പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി നടത്തി. പുളിഞ്ചോട് സെന്ററിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. എക്സൈസ് ഉദ്യോഗസ്ഥൻ കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ രജനി മനോജ് അധ്യക്ഷയായി. OK പ്രൈസൺ മുഖ്യപ്രഭാഷണം നടത്തി. സഹകരണ ബാങ്ക് മാനേജർ ഇ രണദേവ, മുൻ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ജോസ് ഇലവത്തിങ്കൽ, വൈസ് പ്രിൻസിപ്പൽ PA ജോയ്, അധ്യാപിക ഗ്ലോറി അക്ബർ, സ്കൂൾ ഹെഡ് ഗേൾ വൈഷ്ണവി സിജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ്, മൈം, പ്രസംഗങ്ങൾ എന്നിവ അരങ്ങേറി. കൂടാതെ ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള ലഘുലേഖകളുടെ വിതരണവും നടന്നു. കുന്നംകുളം അക്കിക്കാവിൽ KSRTC ലോ ഫ്ലോർ ബസ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി. ഡ്രൈവർ മരിച്ചു. 8 പേർക്ക് പരിക്ക്. എറണാകുളം പള്ളിരുത്തി സ്വദേശി ജോർജ് P. ജോസഫാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രി 10:50ഓടെയാണ് അപകടം നടന്നത്. ചങ്ങരംകുളം ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സിന് മുൻപിലേക്ക് പെട്ടെന്ന് കാർ വന്നതോടെ വെട്ടിച്ചതിനെ തുടർന്ന് ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. അപകടത്തിൽ 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളത്ത് നിന്ന് അഗ്നിശമന സേനാ സംഘമെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കെട്ടിടത്തിലേക്ക് ഇടിച്ചുകയറിയ ബസ് ലോറി ഉപയോഗിച്ച് പുറകോട്ട് വലിച്ച് കുടുങ്ങിക്കിടക്കുന്ന ഡ്രൈവറെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 12,905 രൂപ, പവന് 1,03,240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൊവ്വൂർ പൂത്തറയ്ക്കൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ള പരിശോധനയുമായി ഉദ്യോഗസ്ഥ ജനപ്രതിനിധി സംഘം. ഊരകം CMS LP സ്കൂളിൽ ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. വിവിധ പരിപാടികളോടെയായിരുന്നു ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണം ഒരുക്കിയത്. പനംകുളം DM LP സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ലഹരിവിരുദ്ധ റാലിയും ബോധവൽക്കരണ ലഘുലേഖ വിതരണവും ഉൾപ്പെടുന്നതായിരുന്നു പരിപാടി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.